ഇത് കഴിഞ്ഞ ദിവസം നൈറ്റ് ഉണ്ടാക്കിയൊരു പുലാവിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കുക്കറിൽ കുറച്ച് വെള്ളം, നമ്മുടെ അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അതിലേക്ക് ഒരു വലിയ തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ അരച്ച് ഈ വെള്ളത്തിലേക്ക് ചേർത്തു. അത് തിളച്ച് വരുന്ന സമയത്ത് കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി, നമുക്ക് വേണ്ട വെജിറ്റബിൾസ്, ഞാൻ മെയിനായിട്ട് സ്വീറ്റ് കോൺ ആട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഉപ്പ്, ഹോൾ സ്പൈസസ്, പട്ട, ഗ്രാമ്പൂ, ബേ ലീവ്സ്, പെരിഞ്ജീരകം, അങ്ങനെ കുറേ സാധനങ്ങൾ ആഡ് ചെയ്തു. പിന്നീട് കുരുമുളക്, ഒരു സ്പൂൺ നെയ്യ്, അരമുറി നാരങ്ങയുടെ നീര്, അടച്ചു വെച്ച് ഒരു വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തു കേട്ടോ. അച്ഛൻ ഡിന്നറിന് റൈസ് ഐറ്റംസ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് അച്ഛന് ചപ്പാത്തിയാണ്. ചപ്പാത്തി ചവയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വേറൊരു രീതിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചൊന്ന് വഴറ്റിയെടുക്കുകയാണേ. അപ്പോൾ ആദ്യം പാനിൽ എണ്ണ ഒഴിച്ച് ചപ്പാത്തി അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റി മാറ്റി വെച്ചു. വീണ്ടും അതേ പാനിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് ഒരു സവോളയും അത് വഴണ്ട് വരുമ്പോൾ ഒരു തക്കാളി കൂടെ ചേർത്ത് നന്നായി സോട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചിരുന്ന ഗ്രേവി ആവുന്ന സമയത്ത് വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ചപ്പാത്തി ഇതിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഓൾറെഡി എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തുകൊണ്ട് ചപ്പാത്തി ഇതിൽ ഒട്ടും കുഴഞ്ഞു പോവില്ല, എന്നാൽ സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചപ്പാത്തി ഉപ്പുമാവ്. അപ്പോഴേക്കും നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. കോണും ക്യാരറ്റൊക്കെ കുഞ്ഞുങ്ങൾ കഴിക്കും. അപ്പോൾ അവരെ കഴിപ്പിക്കാൻ വേണ്ടി വേറൊരു ടേസ്റ്റിൽ പെട്ടെന്നൊന്ന് ട്രൈ ചെയ്തതാണ്. ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പുലാവ്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിന്നർ ഇത് രണ്ടുമായിരുന്നു. നിങ്ങൾ എന്താ ഡിന്നറിന് കഴിച്ചതെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണേ.